ഹായ് ഓൾ, വെൽക്കം ടു സൈലം SSC RRB. സോ നമ്മൾ മറ്റൊരു സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്. കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, സയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. സോ നമ്മുടെ സയൻസ് സബ്ജക്റ്റിൽ എസ്പെഷ്യലി നമ്മൾ ഫിസിക്സിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. സോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് ഏത് കേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നതിനെ പറ്റി ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് കേസിലാണ് അതിനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുമ്പോൾ അതിനൊരു ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്. ആ ഫോഴ്സിൻ്റെ ദിശ എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്യേണ്ടത്, ഇടത് കൈയാണ് യൂസ് ചെയ്യേണ്ടത്. ഇടത് കൈയിലെ ഈ 3 വിരലുകൾ ഏതൊക്കെ? തമ്പ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 4 ഫിംഗർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മിഡിൽ ഫിംഗർ. തമ്പ്, 4 ഫിംഗർ, മിഡിൽ ഫിംഗർ. ഇത് മ്യൂച്വലി പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആംഗിൾ വരത്തക്ക വിധത്തിലാണ് ഞാനിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണ്, ഏത് വിരലുകളൊക്കെയാണ് ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസുമായിട്ട് ബന്ധപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. തമ്പ് എന്ന് പറയുന്നത് എന്തിനെ ഉദ്ദേശിക്കുന്നുണ്ട്? ഫോഴ്സിന്റെ ദിശ. തമ്പ് എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോഴ്സിന്റെ ദിശയാണ്. ഇനി ഈ 4 ഫിംഗർ എന്ന് പറയുന്നത് എന്തിന്റെ ദിശയാണ് ഉദ്ദേശിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് B എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ആണ്. സോ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നത് I എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. സോ FBI എന്ന് ഓർത്ത് വെച്ചാൽ മതി. FBI എന്ന് പറയുമ്പോൾ F എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് ആണ്. ഫോഴ്സ് ആദ്യത്തെ ഈ ഒരു വിരലാണ്, നമ്മുടെ തമ്പാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി B എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ 4 ഫിംഗർ ആണ്, അല്ലെ? 4 ഫിംഗർ ആണ്. അത് എന്തിനെയാണ് ഉദ്ദേശിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ ഡയറക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ് 4 ഫിംഗർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി I എന്ന് പറയുന്നത് കറണ്ടാണ്. കറണ്ടിനെ ഉദ്ദേശിക്കുന്നത് മിഡിൽ ഫിംഗർ ആണ്. സോ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. പക്ഷേ ചോദ്യങ്ങൾ വരുമ്പോൾ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഈ ഫിഗർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഈ വിരലുകൾ വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ കൺഫ്യൂഷൻസ് അനുഭവപ്പെടാറുണ്ട്. അതിനെങ്ങനെ ഈസി ആക്കി സോൾവ് ആക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെ നമുക്കിത് പഠിക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: എ പ്രോട്ടോൺ ഈസ് പ്രൊജക്റ്റഡ് ഇൻ ടു എ മാഗ്നറ്റിക് ഫീൽഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എക്സ്പെരിമെന്റ് ബൈ ഇറ്റ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പ്രോട്ടോണിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ തൊടുത്തു വിടുന്നുണ്ട്. അതിന് അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിനാൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട നിയമം എന്ന് പറയുന്നത് സംശയമൊന്നുമില്ല, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ഇതിനെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? സോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, ഏതൊക്കെ വിരലുകൾ എന്തിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള കേസിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി? റൈറ്റ് ഹാൻഡ് റൂൾ എന്നുള്ള രീതിയിൽ, റൈറ്റ് ഹാൻഡ് പാം റൂൾ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ എൻ്റെ റൈറ്റ് ഹാൻഡിന്റെ പാം ആണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡിന്റെ പാമിൽ ഞാൻ ഇങ്ങനെ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന വിധത്തിൽ ഞാനിങ്ങനെ അറേഞ്ച് ചെയ്യും. അതിൽ ഈ ഒരു തള്ളവിരൽ എന്ന് പറയുന്നത് നമ്മൾ എന്തിന്റെ ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്? കറണ്ടിന്റെ ഡയറക്ഷനാണ്. തമ്പ് എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷനാണ്. ബാക്കിയുള്ള 4 വിരലുകൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. ഒന്നുകൂടി പറയാം, റൈറ്റ് ഹാൻഡിന്റെ പാമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ തള്ളവിരൽ, തമ്പ് എന്ന് പറയുന്നത് കറണ്ടിന്റെ ഡയറക്ഷനും ബാക്കിയുള്ള വിരലുകൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനുമാണെങ്കിൽ എൻ്റെ പാം എങ്ങോട്ടാണോ ഡയറക്റ്റ് ചെയ്യുന്നത്, റൈറ്റ് ഹാൻഡ് ആണ്, എൻ്റെ പാം എങ്ങോട്ടാണോ ഡയറക്റ്റ് ചെയ്യുന്നത് അതായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് ഈ ചോദ്യത്തിൽ ഉപയോഗിക്കാം. ഇതിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. പക്ഷേ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ടാണ് റൈറ്റ് ഹാൻഡ് പാം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പ്രോട്ടോൺ ആണ്, പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണ് നമ്മൾ ഇതിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കി വെക്കണം. പോസിറ്റീവ് ചാർജ് എങ്ങോട്ടേക്കാണോ പോകുന്നത് അതായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. നെഗറ്റീവ് ചാർജുള്ള ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും എപ്പോഴും കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ തമ്പാണെന്ന് പറഞ്ഞു. സോ തമ്പ് ഞാൻ ഇങ്ങനെ വെച്ചു, പ്രോട്ടോണിന്റെ ആ ദിശയിൽ വെച്ചു. ബാക്കിയുള്ള വിരലുകൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനിൽ, ബാക്കിയുള്ള വിരലുകൾ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്തു. ഇങ്ങനെ വെച്ചപ്പോൾ നമ്മൾ സ്ക്രീനിന്റെ അല്ലെങ്കിൽ പ്ലെയിനിന്റെ ഉള്ളിലേക്കാണ് ഈ പാം ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേജിന്റെ ഉള്ളിലേക്ക് എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും. ഇൻസൈഡ് ആണ്, ഇൻവേർഡ്സ് ആണ്. അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ, ഓപ്ഷൻ സി ആണ്. ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ സി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. മറ്റൊരു ചോദ്യം നോക്കാം.
an alpha particle enters a uniform magnetic field as shown, the direction of force experienced by the alpha particle will be. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ്. അപ്പൊ കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ എങ്ങോട്ടാണോ പോകുന്നത് അത് തന്നെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ താഴോട്ടേക്കാണ് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ എന്റെ പാം എങ്ങോട്ടേക്കാണ്? ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്റെ സൈഡിലേക്കാണ്, എന്റെ കണ്ണിന്റെ നേരെയാണ്, അല്ലെങ്കിൽ പേപ്പറിൽ നിന്ന് പ്ലെയിനിൽ നിന്ന് പുറത്തോട്ട് എന്നുള്ള രീതിയിലാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പാം എനിക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സംശയം ഒന്നുമില്ലാതെ ഒറ്റയടിക്ക് പറയാം, ഔട്ട് ഓഫ് ദ പേജ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ആൻസർ. സോ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് കറണ്ടും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന നിയമമാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? റൈറ്റ് ഹാൻഡ് പാം യൂസ് ചെയ്യാം. ഇതിൽ ഒന്നുകൂടി തമ്പ് എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് കറണ്ട് ആണ്, ബാക്കിയുള്ള വിരലുകൾ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ പാം എങ്ങോട്ടാണോ ഡയറക്റ്റ് ചെയ്യുന്നത് അതായിരിക്കും എന്തിൻ്റെ ഡയറക്ഷൻ? നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻ ടു ഓർ ഔട്ട്വേർഡ്സ് ദ പ്ലെയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇങ്ങനെയുള്ള കൂടുതൽ ട്രിപ്സുമായിട്ട് നമുക്ക് ഇനിയുള്ള സെഷൻസിലും വീണ്ടും കണ്ടുമുട്ടാം. പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ RRBയുടെ റെഗുലർ ബാച്ച്, നിങ്ങൾ RRB എക്സാമിന് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് RRB റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 11 തീയതിയാണ് ഈ ബാച്ചുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. ബാച്ച് ഫീ എന്ന് പറയുന്നത് വെറും 3,999 രൂപ മാത്രമാണ്. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. നമുക്ക് മറ്റൊരു സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.